Sangeeta, Principal, IES College of Engineering. Sir is Mr. Mohammad Ali KP, Director, IES Education Society. And she is Professor Sagashya Parvez, Head of the Department, Robotics and Artificial Intelligence, and Sagashya Parvez. Sahashya. Yeah. Parvez. Head of the Department, Robotics and Artificial Intelligence, and coordinator of this program too. She is a Sri Lakshmi. PS. Third year Robotic and Artificial Intelligence student. And IEDC branding team head student. So today, thank you for giving this opportunity to be before you. And we are organizing, IES College of Engineering is organizing a national level hackathon in association with Neurobots, which is a company who is doing such kind of programs in IITs. So this time they are like tying up with us, and we are organizing, we both together hosting this program in a grand level. It is a 2 days, 24 hours hackathon. That is, it starts from 7th morning and it will be winding up by 8th afternoon. And details of this program and other will be given by the coordinator, Sagashya. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പ്രോഗ്രാം തുടങ്ങുന്നത് 7-ാം തീയതി, 2 ദിവസമാണ് പ്രോഗ്രാം വരുന്നത്, 7-നും 8-നും ഓഗസ്റ്റിന്. അപ്പോൾ 7-ാം തീയതി രാവിലെ നമുക്ക് തുടങ്ങും പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാം നമുക്ക് രാവിലെ 8 മണി തൊട്ട് 9 മണി വരെ നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം ഹാക്കത്തോൺ എന്ന് പറയുന്നത് 4 ഡൊമൈൻസിലാണ് നടത്തുന്നത്. 4 ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഏജന്റിക് AI ആൻഡ് AI എന്ന് പറയുന്ന ഡൊമൈൻ, ഒന്ന് സൈബർ സെക്യൂരിറ്റി, ഇനി ഒന്ന് റോബോട്ടിക്സ് എന്ന് പറയുന്ന ഡൊമൈൻ, പിന്നെ ഓപ്പൺ ഇന്നോവേഷൻ ആണ് നമ്മൾ നടത്തുന്ന 4 ഡൊമൈനും. അപ്പോൾ ഈ 4 ഡൊമൈനിലും അതിൻ്റെതായ വർക്ക്ഷോപ്പുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. അത് നമ്മളിപ്പോൾ NVIDIA അങ്ങനെയുള്ള AWS എന്നുള്ള രീതിയിലുള്ള പ്രൊഫഷണൽസ് ആണ് നമുക്ക് വന്നിട്ട് വർക്ക്ഷോപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളതും സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് വരിക. അപ്പോൾ നമുക്കൊരു 9 o'clock ഉള്ളിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 9:30 എല്ലാവരും വെന്യൂസിൽ പൊക്കഴിഞ്ഞാൽ നമുക്കൊരു 9:30 to 10 ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ 4 ഡൊമൈൻസിലുള്ള വർക്ക്ഷോപ്പിനും നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും, വർക്ക്ഷോപ്സ് സ്റ്റാർട്ട് ചെയ്യും ഓരോ വെന്യൂവിലും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മണി 1:30 വരെ ആയിരിക്കും ഈ വർക്ക്ഷോപ്സ് നടക്കുന്നത്. അപ്പോൾ വർക്ക്ഷോപ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആൾക്കാരും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്, റിസോഴ്സ് പേഴ്സൺസ്. പിന്നെ അവർ ഹാൻഡ്സ് ഓൺ ആണ് ചെയ്യിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഇതിന്റെ തന്നെ ലൈവ് സ്ട്രീമിംഗ് രജിസ്റ്റർ ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസിനും വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മണി ആവുമ്പോൾ 1 o'clock കഴിയുമ്പോൾ നമ്മൾ ലഞ്ച് ബ്രേക്ക് ആണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഇനോഗ്രേഷൻ സെഷൻ ഉണ്ട്. വർക്ക്ഷോപ്പ് ഈ ഹാക്കത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ഇനോഗ്രേഷൻ വരുന്നുണ്ട്. 2 മണി ആവുമ്പോൾ നമുക്ക് ഇനോഗ്രേഷൻ ആവും. 3 മണി വരെ ആയിരിക്കും ഇനോഗ്രേഷൻ വരുന്നത്. 2 to 3 ഇനോഗ്രേഷൻ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ന്യൂറോബോട്ട്സിന്റെ ടീംസ് ഉണ്ടാവും, നമുക്ക് HRs ഉണ്ടാവും, പിന്നെ നമ്മുടെ മാനേജ്മെന്റ് മെമ്പേഴ്സ് ഉണ്ടാവും, പ്രിൻസിപ്പൽ മാം ഉണ്ടാവും, കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ഇനോഗ്രേഷൻ സെഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 3 മണിക്ക് നമ്മൾ നമ്മുടെ 4 ഡൊമൈൻസിലും ഉള്ള ഹാക്കത്തോൺസ് ഫ്ലാഗ് ഓഫ് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാക്കത്തോൺസിന്റെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ 4 പ്രത്യേകം സമയങ്ങളിൽ വെച്ചിട്ടാണ് ഇവരുടെ ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പൊ ഒരു രാത്രി 8 മണിക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് 12 മണി പുലർച്ചയ്ക്ക്, പിന്നെ 4 മണിക്ക്, പിന്നെ നെക്സ്റ്റ് ഡേ 8 മണിക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവാലുവേഷൻസ് വരുന്നത്. ഒരു 24 hour ഹാക്കത്തോൺ ആയതുകൊണ്ട് വെള്ളിയാഴ്ച 3 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശനിയാഴ്ച വൈകിട്ട് 3 മണിക്കാണ് നമുക്ക് എൻഡ് ചെയ്യുന്നത്. അതുവരെ രാത്രി കുട്ടികളെല്ലാവരും ഒരു പ്രോജക്റ്റ് സ്ക്രാച്ചിൽ നിന്നും അവർ ബിൽഡ് ചെയ്ത് അവരുടെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് സൊല്യൂഷൻ തരും. ഹാക്കത്തോൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹാക്കത്തോൺ. അപ്പൊ അവരുടെ കുട്ടികളെല്ലാവരും വരുന്ന പാർട്ടിസിപ്പൻസ് ബേസിക്കലി
അവരുടെ സ്ക്രാച്ചിൽ നിന്നും പ്രൊജക്ട് ഡെവലപ്പ് ചെയ്ത് നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും അവർ ഉദ്ദേശിക്കുന്ന പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യും. അത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഹാർഡ്വെയർ ആണെങ്കിലും 3 മണി നെക്സ്റ്റ് ഡേ ആകുമ്പോൾ അത് തീരും. അത് കഴിഞ്ഞിട്ട് 3 തൊട്ട് 4 മണി വരെ നമ്മൾ ഫൈനൽ ഇവാലുവേഷൻ ആയിരിക്കും, പ്രസന്റേഷൻസ് ആയിരിക്കും ടോപ്പ് വരുന്ന ടീംസിന്. ഇതിന്റെ കൂടെ പാരലലി നമ്മുടെ കോളേജിൽ HR കോൺക്ലേവ് നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വിവിധ തരം കമ്പനീസിൽ നിന്നും വരുന്ന ടോപ്പ് മോസ്റ്റ് HRs വന്നിട്ട് പാനൽ ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കോളേജിൽ 10 to 15 വരെയുള്ള HRസിനെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് പാനൽ ഡിസ്കഷൻ ചെയ്യുന്നത്. ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ കോളേജിലെ കുട്ടികളും ഉണ്ടാവും, പിന്നെ വിവിധ കോളേജുകളിലുള്ള പ്ലേസ്മെന്റ് ഓഫീസേഴ്സും ആണ് ഇതിലുണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് HR കോൺക്ലേവ് നടക്കും. അതൊരു ഇവന്റ് ആയിട്ടാണ്, ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ശനിയാഴ്ച വെക്കുന്ന ഒരു ഇവന്റ് ആണത്. അത് 2 മണി തൊട്ട് 4:30-5 മണി വരെയാണ് ഈ HR കോൺക്ലേവ് നടക്കുന്നത്. അത് കഴിയുമ്പോൾ ഹാക്കത്തോണിന്റെ പാരലി നമ്മൾ വേറൊരു വെന്യൂസിൽ 4 ഡൊമൈൻസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 5 lakh rupees ആണ് നമ്മുടെ ക്യാഷ് പ്രൈസ് വരുന്നത്. പ്രൈസ് പൂൾ എന്ന് പറയും. 5 lakhsൽ 2.5 lakhs ക്യാഷ് പ്രൈസ് ആയിട്ടും ബാക്കി നമ്മൾ ക്ലൗഡ് ക്രെഡിറ്റ്സ് ആയിട്ടുമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഓരോ ഡൊമൈനിനും പ്രൈസ് ആയിട്ട് നമ്മൾ 1,25,000 ആണ് കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് 1,500-ലധികം കുട്ടികളെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്നുള്ള കുട്ടികളെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഹാക്കത്തോൺ അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന HR കോൺക്ലേവിൽ നമ്മൾ വരാനിരിക്കുന്ന സംഭവങ്ങൾ. അത് കഴിഞ്ഞിട്ട് വൺസ് HR കോൺക്ലേവിൽ ഇപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഈവന്റ് കഴിഞ്ഞു. ഹാക്കത്തോണിൽ നമ്മൾ വൺസ് ഈ പ്രോഗ്രാം കഴിഞ്ഞതും ഫൈനലി ഒരു 5 o'clock 4 to 5 ഇതിന്റെ ഫൈനൽ സെഷൻ ആയിരിക്കും. ഫൈനൽ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ വിന്നേഴ്സ് ആരാ എന്നുള്ള രീതിയിൽ ഒരു 5:36 ആകുമ്പോഴത്തേക്കും പ്രോഗ്രാം വൈൻഡ് ചെയ്യും. അത് പ്രൈസ് അപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ വൈൻഡ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ഉള്ളടക്കം. ഹാക്കത്തോൺ ആയാലും HR കോൺക്ലേവ് ആയാലും രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അപ്പോൾ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് പെർ ഹെഡ് നമ്മൾ 500 ആണ് നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് പറയുന്നത്. 2 തൊട്ട് 10 മെമ്പേഴ്സ് വരെയാണ് നമ്മൾ ഇതിന്റെ ഒരു ടീമിൽ ആവാം എന്ന് പറയുന്നത്. നമ്മൾ രജിസ്ട്രേഷൻ ഒരു 1.5 മാസമായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഏകദേശം 1,500 വരെ ആയി. ഇപ്പോൾ 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. രജിസ്ട്രേഷൻ എൻഡ് ആവും. കോളേജ് ബേസ്ഡ് ആണ്. നമ്മുടെ കോളേജ് നടത്തുന്ന ഒരു നാഷണൽ ലെവൽ ഹാക്കത്തോൺ ആണ്. പാർട്ടിസിപ്പൻസ് കോളേജ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, സ്റ്റാർട്ടപ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എനി അതർ ഇൻഡിവിജ്വൽസ്, കോമൺ മാൻ ഓൾസോ ക്യാൻ പാർട്ടിസിപ്പേറ്റ്. അങ്ങനെ നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. എനിവൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ്. നമ്മുടെ കോളേജിലുള്ള പാർട്ടിസിപ്പൻസും ഉണ്ട്, പ്ലസ് നമ്മുടെ കേരളത്തിലുള്ളതും പിന്നെ അതല്ലാതെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളതും പിന്നെ കർണാടക, ആന്ധ്ര, ബോംബെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുമായിട്ടുള്ള കുട്ടികളുണ്ട്. അതെ അതെ, അതൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ പല IITസിലും NITസിലും പിന്നെ സ്റ്റാർട്ടപ്സിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഫ്രഷേഴ്സ് ഇവരെല്ലാവരും ആസ് എ പാർട്ടിസിപ്പന്റ് ഈവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഡേ മാത്രം വരും, 2 മണി തൊട്ട് 4:30-5 വരെ. അതൊരു പാനൽ ഡിസ്കഷൻ പോലെയാണ്. 15ഓളം HRs ആണ് നമ്മൾ ഇപ്പൊ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. 4 ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് അതിൽ HR ഡിസ്കഷൻ. റീസെന്റ് ആയിട്ടുള്ള ഒരു 4 ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് അവര് 4 പേര് 5 പേര് എന്നുള്ള രീതിയിൽ പാനൽ ഡിസ്കഷൻ നടത്താം. അപ്പൊ അത് കേൾക്കാനായിട്ട് ഓഡിയൻസ് ആയിട്ട് ടോപ്പ് പെർഫോമിംഗ് സ്റ്റുഡൻസും ഉണ്ടാവും, പിന്നെ അതല്ലാതെ വിവിധ കോളേജുകളിൽ നിന്നുള്ള പ്ലേസ്മെന്റ് ഓഫീസേഴ്സും ഉണ്ടാവും. അന്ന് നമ്മളൊരു പോർട്ടൽ ലോഞ്ചും പ്ലേസ്മെന്റിന് വേണ്ടി ഉപയോഗപ്പെടുന്ന ഒരു പോർട്ടൽ ലോഞ്ചും കൂടി ചെയ്യുന്നുണ്ട്. അത് യൂസ്ഫുൾ ആവുന്നത് ഈ പ്ലേസ്മെന്റ് ഓഫീസേഴ്സിനും കുട്ടികൾക്കുമാണ്. പിന്നെ അവർക്ക് കുട്ടികൾക്കായാലും ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു സമയവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ ദി പാനൽ ഡിസ്കഷൻ. അതെ, പ്ലേസ്മെന്റ് ഓൾറെഡി നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ എന്താണ് പലതരത്തിലുള്ള കമ്പനീസിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് അവര് ഇപ്പോഴുള്ള കുട്ടികളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യണ കാര്യങ്ങൾ, എത്രത്തോളം ഇവർ സ്കിൽഡ് ആവണം, അപ്പോൾ എന്തൊക്കെയാണ് ഒരു കമ്പനിയിൽ വരുമ്പോൾ കുട്ടികൾ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുക. പിന്നെ മെയിൻലി ഇന്റേൺഷിപ്സ്, പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയാണ് കുട്ടികൾക്കും പ്ലേസ്മെന്റ് ഓഫീസേഴ്സിനും അറിയേണ്ട കാര്യങ്ങൾ.
ഇനോഗുറേഷനും ഇപ്പോൾ സമ്മാന വിതരണത്തിനും നമ്മൾ കോളേജിലുള്ള മാനേജ്മെന്റ് മെമ്പേഴ്സ് ഉണ്ടാവും, പിന്നെ ന്യൂറോബോട്ട്സിൻ ടീമിൽ നിന്ന് ആൾക്കാരുണ്ടാവും, പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ജഡ്ജസ് വരുന്നുണ്ട്, അവരും നമ്മുടെ കൂടെ ഉണ്ടാവും. വലിയ കമ്പനീസിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് കുട്ടികൾക്ക് ഈ 4 ഡൊമൈൻസിൽ വർക്ക്ഷോപ്പ് എടുക്കാൻ വേണ്ടി വരുന്നത്. അവരൊക്കെ എന്തായാലും ഇനോഗ്രേഷന് ടൈം ഉണ്ടാവും. ഇത് പ്രോഗ്രാം തീരുമ്പോൾ സമ്മാനദാന ചടങ്ങിനും അവരാണ് ഉണ്ടാവും. പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാവരും ഉണ്ട്. മാനേജ്മെന്റ് മെമ്പേഴ്സ് ഞങ്ങളുടെ കോളേജ് കുട്ടികൾ. കാരണം ഈ ഹാക്കത്തോൺ എന്ന് പറയുന്നത് തന്നെ കുട്ടികൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അപ്പൊ അവിടെ വരുമ്പോൾ അവര് ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു വേദിയാണ് അവർക്ക്. അപ്പൊ എത്രത്തോളം അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്, അവർക്ക് തന്നെ ഒരു തിരിച്ചറിവാണ്. അവരെന്താണ് എന്നുള്ള സ്റ്റാറ്റസ് തിരിച്ചറിയാനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പല കുട്ടികളും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നല്ല വർക്ക്ഷോപ്സും അവർക്ക് കിട്ടുന്നുണ്ട്, ഹാഫ് ഡേ. കോളേജുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോ കോളേജുകളുടെ എണ്ണം നമ്മൾ പല തരത്തിലും കുട്ടികൾ 1500-ലധികം ഇപ്പൊ തന്നെ പാർട്ടിസിപ്പൻസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസ് ആണ്. ഒരു ടീം എന്ന് പറയുമ്പോൾ ഇപ്പോ 3 to 4 സ്റ്റുഡൻസ്. നമ്മൾ 6 to 8 വരെ നമ്മൾ മാക്സിമം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് നമുക്കിപ്പോ രജിസ്ട്രേഷൻ വരുന്നത് 3 അല്ലെങ്കിൽ 4 ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻസും വന്നിട്ടുണ്ട്. പിന്നെ പല സ്റ്റാർട്ടപ്സും രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട്. പിന്നെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സ്കൂൾ സ്റ്റുഡൻസിനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്തുള്ള പല സ്കൂൾസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. +2 പഠിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, അതിനുള്ള റേഞ്ചിലാണ് നമ്മൾ പ്രോബ്ലംസ് കൊടുക്കുന്നതും ഫൈനൽ ഇവാലുവേഷൻ വരുന്നതും അങ്ങനെയാണ്. ഇതിനൊരു പ്രീ ട്രെയിനിങ് നമ്മൾ വർക്ക്ഷോപ്പ് അതിലൊരു മാക്സിമം എല്ലാം കവർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഈ ഒരു ഹാക്കത്തോൺ 24 hours ഹാക്കത്തോൺ കുട്ടികൾ ചെയ്യണം. പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാ കുട്ടികൾക്കും. ഒരു 24 hours ഹാക്കത്തോൺ എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു എക്സ്പീരിയൻസും അവർ ഗ്യാദർ ചെയ്യാൻ പറ്റും. അല്ലല്ലോ, ഇത് 4ാമത്തെ വട്ടമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഈ വട്ടം നമ്മൾ ഓൾ ഇന്ത്യ ലെവലില് നമ്മൾ നടത്തുന്നു എന്ന് മാത്രം. സാധാരണ ഇവിടെ എല്ലാ കോളേജുകളും കേരള മാത്രമാണ് ഇപ്പോൾ ഉള്ള എല്ലാ കോളേജുകളും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാറില്ല. ഇപ്പോൾ നമ്മളാണ് ആദ്യമായിട്ട് പുറത്തുള്ള ഓൾ ഇന്ത്യ ലെവലില് ഇൻക്ലൂഡിങ് സ്കൂൾ കുട്ടികൾ സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഇന്നോവേഷൻ ചാലഞ്ച് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. ഞാൻ മുഹമ്മദ് അലി, കോളേജിലെ ഡയറക്ടർ ബോർഡിലാണ്. ഇപ്പം എനിക്കത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും വരണം, ഞങ്ങളുടെ വേദിയിൽ വരണം, അതിൽ പങ്കെടുക്കണം, ഞങ്ങൾ സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്യണം. ഈ വക വേദികൾ ഉണ്ടാക്കാനുള്ള സംരംഭം നിങ്ങളിൽ നിന്നാണ് കുട്ടികൾക്ക് കിട്ടുക. നിങ്ങളെങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നത്, നിങ്ങളെ റിപ്പോർട്ട്സൊക്കെ എങ്ങനെ വരും, അതാണ് അവർക്ക് കിട്ടുന്ന വലിയ വഴി എന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പങ്കെടുക്കണം. ഓക്കെ, താങ്ക് യു.